മാനസ എന്താ പറഞ്ഞു വരുന്നത്? വ്യക്തമായി പറയൂ. ഭാവന, ഇപ്പൊ നിനക്കും എന്നെ തീർത്തും സംശയമാണല്ലേ? ഞാൻ ഇത്ര പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഭാവനെ, ആന്റി ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അച്ഛന്റെയും അമ്മയുടെയും സുനിലിന്റെ ഒപ്പം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ. ഭാവനെ ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞെന്ന് ആന്റി എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നീയും സുനിലും തമ്മിൽ ഇപ്പൊ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. മാത്രല്ല, നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ശക്തമാണെന്ന് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഭാവന, നിങ്ങൾ ആരും കണ്ടതല്ല സത്യം. അതൊക്കെ സുനിൽ മനഃപൂർവ്വം എന്നെ കുരുക്കാൻ വേണ്ടി ചെയ്തതാ. മനസ്സ, നിങ്ങൾക്കിടയിലെ സൗഹൃദത്തെ ചോദ്യം ചെയ്യാനോ എന്നെ വിഷമിപ്പിക്കാനോ എനിക്ക് താല്പര്യമില്ല. നിന്റെ ഡെലിവറി കഴിയുന്നത് വരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയാനും ഇല്ല. ഭാവന, എനിക്കറിയാം എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യത്തിൽ മറ്റാരെക്കാളും നിനക്കാ സംശയമൊന്ന്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് അന്നും ഇന്നും ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഈ കുഞ്ഞ് നിന്റെയും സൂര്യയുടെയാ. എനിക്ക് വേണമെങ്കിൽ എല്ലാവരെയും പറ്റിച്ച് ആ സുനിലിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനെ സുനിലിന്റെ കുഞ്ഞാണെന്ന് കള്ളം പറഞ്ഞുള്ള ജീവിതം എനിക്ക് വേണ്ട. ഹൃദയം പുറത്തെടുത്ത് കാണിച്ചാലും അത് അഭിനയമാണെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നേരത്തെ സൂര്യക്കെങ്കിലും എന്നോട് അല്പം അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മുഖത്ത് പോലെ സൂര്യക്ക് നോക്കാൻ മടിയാ. എനിക്കിത്രയും വേണം ഭാവന. ഒരിക്കലും ഭാവനയ്ക്കൊരു അമ്മയാവാൻ കഴിയില്ലെന്ന് അറിഞ്ഞപ്പോഴും, ആന്റിക്കൊരു പേരക്കുട്ടിയെ ലാളിക്കാൻ ഭാഗ്യമില്ലെന്ന് അറിഞ്ഞപ്പോഴും, എന്റെ ഭാവി നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തോന്നിയല്ലോ. ആ നിമിഷത്തെ ഞാനിപ്പോ വെറുക്കാ ഭാവന. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു കള്ളം പറയണം? എനിക്ക് എന്താ നേടാനുള്ളത്? അതെങ്കിലും നിനക്ക് ചിന്തിച്ചൂടെ? ഈ വീടും ജീവിക്കാനുള്ള സ്വത്തും ഒക്കെ ആന്റി എന്റെ പേരിൽ എഴുതി തന്നു. പിന്നെ ഞാൻ എന്തിനു കള്ളം പറയണം? ഇത് സുനിലിന്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് അവനോടൊപ്പം ജീവിച്ച പോരെ. ഭാവന, ഒരു കാര്യം നീ ഓർമ്മിച്ചോ, വെറും തെറ്റുകാരനിടയിൽ സംശയത്തിന്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ വലിച്ചെറിയുന്നത്. നാളെ ഒരിക്കൽ ഈ കുഞ്ഞിനെ ഓർത്ത് നീയും സൂര്യൻ വിഷമിക്കണ്ടെങ്കിൽ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്ക്. ഭാവനെ, എന്റെ അമ്മയാണ് സത്യം. ഈ കുഞ്ഞ് നിങ്ങളുടേതാ. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു കള്ളവുമില്ല ഭാവന. ഇത് നിങ്ങളുടെ കുഞ്ഞാ. കുഞ്ഞിന്റെ അനക്കം നീ അറിയുന്നില്ലേ? ഇനി നിനക്ക് സംശയമുണ്ടെങ്കിൽ എനിക്കറിയാം ഈ കുഞ്ഞിനെ വളർത്താൻ. ഞാൻ ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ല. എന്താ വേണ്ട നീ ആലോചിക്ക്. നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ ഞാൻ ഈ തീരുമാനം എടുത്തെന്നുള്ളത് ശരിയാ. അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്ക്. പക്ഷെ അതിനെ ശിക്ഷിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെയാ. ഒരു DNA ടെസ്റ്റിന് വേണ്ടിയാണ് ഭാവനയും സൂര്യ ഇപ്പൊ കാത്തിരിക്കുന്നെന്ന് അറിയുമ്പോ വിഷമമുണ്ട് ഭാവന. പാവം കുഞ്ഞ്. ഒന്നും അറിയാത്ത ഈ കുഞ്ഞിന്റെ തലവിധി ഇതായി പോയല്ലോ. ഭാവനെ, ഇനി എന്ത് വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ തള്ളി പറയില്ല. അങ്ങനെ ഇപ്പൊ സംശയിച്ച് എന്റെ കുഞ്ഞിനെ ആരും സ്വീകരിക്കണ്ട. മനസ്സ, ഈശ്വര, ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? അവസാനം ഞാനും സൂര്യൻ പാപികളായി മാറൂ? ഈശ്വര, സത്യം എന്താണെന്ന് നീ തന്നെ ഞങ്ങൾക്ക് കാട്ടിത്തരണേ. മാനസ പറഞ്ഞതാ സത്യമെങ്കില് ഞങ്ങളുടെ കുഞ്ഞ് ഒരിക്കലും ഒരിടത്തും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഞങ്ങൾ അതിന് അനുവദിക്കില്ല. എവിടെ പോയി? വാ.
ഏ എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? മാനസയും ഞങ്ങൾ ഇവിടുന്ന് താമസം മാറണം അല്ലേ? ഈ വീട്ടിൽ നിന്ന് സുനിലിന്റെ ശല്യം ഒഴിവാക്കിയല്ലേ പറ്റൂ ഏട്ടാ. അപ്പൊ അവന്റെ ശല്യം ഞങ്ങൾ സഹിക്കണമെന്നാണോ? അതൊന്നും നടക്കില്ല ജയെ. ഇവിടെ നിന്ന് ഞങ്ങള് മാറുന്ന പ്രശ്നേയില്ല. അല്ലെങ്കിൽ തന്നെ നീ തന്നല്ലേ മാനസമോക്ക് ഈ വീട് ഇഷ്ടദാനമായിട്ട് കൊടുത്തത്. പിന്നെന്തിനാ ഞങ്ങളോട് മാറാൻ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല ഏട്ടാ സുനിലിന്റെ പ്രശ്നം. സുനിലിന്റെ പ്രശ്നമൊക്കെ രണ്ടാമത്. ഞങ്ങൾക്ക് മാനസമോളുടെ ഭാവിയാണ് വലുത്. ഓഹോ, കല്യാണം കഴിക്കാത്ത ഞങ്ങളുടെ മോടെ ജീവിതം നീ ഒറ്റ ഒരുത്തിയാ നശിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ അത് ഇറക്കി വിടാൻ പോകുന്നു. നിനക്കൊന്നും അറിയില്ല അല്ലേ? എല്ലാവർക്കും സ്വന്തം കുടുംബവും മക്കളും തന്നെയാ വലുത്. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് തന്നെയാ വലുത്. നിനക്ക് ഈ ഏട്ടനല്ലാതെ പഴയ അജയൻ പാലത്ര അറിയാവല്ലോ. നിന്നെക്കൊണ്ട് ആ വേഷം കെട്ടിക്കരുത് കേട്ടല്ലോ. എന്തായാലും ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാവുന്ന നീ കരുതണ്ട. അങ്ങനെയുള്ള ചിന്തകൾ മാറ്റി വെക്കുന്നതാ നിനക്ക് നല്ലത് കേട്ടോ. ഓടി. ഇപ്പൊ ഇങ്ങനെയുണ്ട് ജയ. അജയന്റെ തനി സ്വരൂപം പുറത്തു വന്നത് കണ്ടോ? രക്തബന്ധങ്ങളുടെയും പവിത്ര ബന്ധങ്ങളുടെയും കാലം കഴിഞ്ഞുപോയി ജയെ. ഇപ്പൊ രക്തച്ചൊരിച്ചിലുകളുടെ കാലവാ. നമ്മൾ തല വെച്ച് കിടക്കുന്ന തലേണെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ആ തലേണയ്ക്ക് പിന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവൻ പോയിരിക്കും. നമ്മുടെ കൂടെ എന്നും ഒപ്പം ഉണ്ടായിരുന്ന തലേണയായിരിക്കും നമ്മുടെ കൊലയാളി. എന്താ ശരിയല്ലേ? നീ പേടിക്കൊന്നും വേണ്ട ജയ്. ഒന്ന് സൂക്ഷിച്ചാ മതി. അതെ, ഇനിയെങ്കിലും നീ നിന്റെ യഥാർത്ഥ മരുമകളെ ചേർത്ത് പിടിക്കും. അവള് തരും നിനക്ക് സംരക്ഷണം. പിന്നെ സുനില്, നീ ധൈര്യമായിട്ടിരിക്കെ. ഈ സുനിലിനെ പുറത്താക്കാനുള്ള വഴിയൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തരും. ചെല്ല്, പോയിരുന്ന് നല്ലതുപോലെ ചിന്തിക്ക്. എന്നിട്ട് മനസ്സിലാക്കി പെരുമാറ്. ദേ, ഒന്നും പുറത്തു കാണിക്കരുത്. അത് വേണം ജയ ആദ്യം ചെയ്യാൻ. എന്നാലേ ഓരോരുത്തരെ മനസ്സിലാക്കാൻ പറ്റൂ. പോട്ടെ.